ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസിലെ ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ചാപ്റ്റർ 1 മീഡിയവൽ ഇന്ത്യ ദ സെൻറ്റർ ഓഫ് പവർ എന്ന പാഠത്തിൽ ഓണപരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരികയെന്നും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണെന്നും നോക്കാം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ഡൽഹി ബിക്കം എ സെൻറ്റർ പവർ. അതായത് എന്തൊക്കെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ് ഡൽഹിയെ സെൻറ്റർ ഓഫ് പവർ ആക്കാൻ സഹായിച്ചിട്ടുള്ള ഫാക്ടേഴ്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Delhi is situated in the Indo-Gangetic Plain. The fertility of region has been favorable for agriculture progress. That Aravalli mountain ranges helped Delhi to resist the invasions of enemies. The massive rocks of this mountain range supplied the stones for the construction of forts and buildings. The river Yamuna helped the water transportation and ensured enough water supply. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ കൂട്ടുകാർ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത് അടുത്തൊരു 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡൽഹിയുടെ പണ്ടത്തെ ഓൾഡ് നെയിം എന്താണെന്ന് ദില്ലിക എന്നതാണ്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. Then second question എന്ന് വന്നിട്ട് how did the domination over Gujarat strengthen the military of Alauddin Khalji. അപ്പോൾ അലാവുദ്ദീൻ ഖൽജിയുടെ മിലിറ്ററി സ്ട്രെങ്തൻ ആകാനുള്ള എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Then answer Gujarat is situated in the southwest region of Iltutmish kingdom. Then the long coastal belt was the important feature of Gujarat with many harbors. When Alauddin Khalji conquered Gujarat, he got control over the harbors. He imported fine horse from Iraq, which strengthened his military power. With the help of this military power, he conquered the regions in southern and western India. Then അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഹെൽപ്ഡ് മറാത്താസ് ടു ബിക്കം എ പവർഫുൾ കൺട്രി. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മറാത്തക്കാരനെ പവർഫുൾ കൺട്രി ആക്കാൻ സഹായിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ദ വിദ്യാസത്പുര മൗണ്ടൻ ആൻഡ് ദ നർമ്മദ ടാപ്റ്റി റിവേഴ്സ് സെപ്പറേറ്റഡ് ദ മറാത്താസ് റീജിയൻ ഫ്രം ദ നിയർ ബൈ റീജിയൻസ്. ദിസ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഓഫേർഡ് നാച്ചുറൽ പ്രൊട്ടക്ഷൻ ടു ഇറ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മറാത്ത റൂളർ വാസ് ഛത്രപതി ശിവജി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറാത്ത റൂളർ എന്ന് പറയുന്നത് ശിവജിയാണ്. ദേ ഹാവ് എ പവർഫുൾ ആർമി ആൻഡ് നേവി. അദ്ദേഹത്തിന് പവർഫുൾ ആയിട്ടുള്ള ആർമിയും നേവിയും ഉണ്ട്. ദിസ് ഫാക്ടേഴ്സ് ഹെൽപ്ഡ് മറാത്ത ടു ബിക്കം എ പവർഫുൾ കൺട്രി. അപ്പോൾ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടാൻ പഠിക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ബാബർ ടു ഡിഫീറ്റ് ദ ആർമി ഓഫ് ഇബ്രാഹിം ലോഡി. അപ്പോൾ ഇബ്രാഹിം ലോഡിയുടെ ആർമിയെ പരാജയപ്പെടുത്താൻ എന്തൊക്കെയാണ് ബാബറിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ്? ആൻസർ ദ ആർമി ഓഫ് ബാബർ made use of cannon and gunpowder. They could easily defeat the army of Ibrahim Lodi. Then അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് വർ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ അക്ബർ ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ. അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്പാണ് അക്ബർ മുഗൾ എംപയറിനെ വിപുലീകരിക്കാൻ എടുത്തിട്ടുള്ളത്? അക്ബർ അഡോപ്റ്റഡ് എ ന്യൂ പോളിസി ടു സ്ട്രെങ്തൻ ഹിസ് മിലിറ്ററി കപ്പാസിറ്റി. ദിസ് സിസ്റ്റം വാസ് നോൺ ആസ് മൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ അക്ബർ മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ഇൻ ദാറ്റ് സിസ്റ്റം എവറി മിലിറ്ററി ഓഫീസേഴ്സ് ഷുഡ് മെയിൻറ്റെയിൻ എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് അണ്ടർ ഹിസ് കൺട്രോൾ. To train and maintain them was the responsibility of that officer. Due to this system, the number of soldiers remained stable. Akbar conquered many forts which made his country more powerful. He followed a policy of secularism in religious matters. Then അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ബാബർ entered the Sultanate region and established a new rule was known as Mughal rule with Delhi as the capital. A question, name the battle that led to the decline of Sultanate rule. Sultanate rule അവസാനിക്കാനുണ്ടായിട്ടുള്ള ബാറ്റിൽ യുദ്ധം ഏതാണ്? The first battle of Panipat. Name the Mughal empire who ruled from 1658 to 1707. ഏത് റൂളറാണ് മുഗൾ എംപയറിലുള്ളത്? ഔറംഗസീബാണ്. 1658 മുതൽ 1707 വരെ ഭരണത്തിലുണ്ടായിരുന്നത്. ഇനി പാഠത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അതായത് ഡിസോർഡറിൽ തന്നിട്ട് ആദ്യം ഏത് ഡൈനാസ്റ്റി ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സിനെ പഠിക്കണം. അപ്പോൾ ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? ആദ്യത്തെ മാംലുക് ഡൈനാസ്റ്റി, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സാണ് കുത്തുബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ. ദെൻ ഖൽജി ഡൈനാസ്റ്റിയിൽ അലാവുദ്ദീൻ ഖൽജിയാണ്. അതുപോലെ തുഗ്ലക് ഡൈനാസ്റ്റിയിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കുമാണ്. സയ്യിദ്
ഡൈനാസ്റ്റിയിൽ കിസ്റുഖാൻ ആണ്. ലോഡി ഡൈനാസ്റ്റിയിൽ ഇബ്രാഹിം ലോഡിയാണ്. ദെൻ ഇൽത്തുമിഷിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹി ഇൻട്രൊഡ്യൂസ് എ യൂണിഫോം മോണിറ്ററി സിസ്റ്റം ഇൻ ദ റീജിയൻ അണ്ടർ ഹിസ് കൺട്രോൾ. തങ്ക ആൻഡ് ചീത്തൽ വർ ദ ന്യൂലി ഇൻട്രൊഡ്യൂസ് കോയിൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.